ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള 2 എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒട്ടും കട്ട് ചെയ്യാതെ കേട്ടോ പറയുന്നത്. അതായത് ആ എപ്പിസോഡുകളിൽ എന്താണോ നടന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഒട്ടും കട്ട് ചെയ്യാതെ. അതുകൊണ്ട് കുറച്ച് വലിച്ചു നീട്ടലായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, കുറച്ച് വലിച്ചു നീട്ടലുകളാണ്, കുറച്ചൊന്ന് കുറയ്ക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായം ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം പരമാവധി കുറച്ച് ആ ഒരു കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞു പോകാം. എല്ലാ കാര്യങ്ങളും അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞു പോകാം. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ 2 എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെയും അതുപോലെ തന്നെ നവ്യയാണ്. അപ്പോൾ നവ്യ നയനയോട് പറയുകയാണ്, എടി നിനക്ക് ആദർശേട്ടൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം, നീ ആദർശേട്ടനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. പക്ഷേ ആ ശ്വേതയുടെ സ്വഭാവം, അവളുടെ സ്വഭാവം നിനക്കറിയോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഇവിടെയല്ല നിൽക്കേണ്ടത്, നീ ഓഫീസിൽ പോകുന്നതാണ് നല്ലത്. ഒരേ സൂചി കുത്താൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ നിനക്കറിയാലോ പാര കുത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിൽക്കാതെ ഓഫീസിലേക്ക് പോയിക്കോ. അപ്പം നയന ചോദിക്കുകയാണ്, ചേച്ചി അതിന് ഞാൻ എങ്ങനെ പോകും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ച് തരാം, നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജാനകിനെയും അനാമികയുമാണ്. അനാമികയും ജാനകിയും കൂടി എന്തോ രഹസ്യം പറയാനായിട്ട് മാറി നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നീ പറയുന്ന ജാനകി അനാമികയോട് പറയുന്ന അതേ സമയത്ത് തന്നെ അവിടേക്ക് കുറച്ചങ്ങ് മാറി നമ്മുടെ നവ്യയും നയനയും അതുപോലെ തന്നെ അനിയും കൂടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അനി പറയുകയാണ്, ഏട്ടത്തി എന്തായാലും ഓഫീസിൽ പൊക്കോ, എന്തായാലും ഏട്ടൻ്റെ കൂടെ ഏട്ടത്തേക്ക് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. മാത്രമല്ല എങ്ങനെയെങ്കിലും ഇത് വല്യമ്മയോട് പറഞ്ഞ് നമുക്ക് സെറ്റാക്കാം. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഏട്ടത്തിയും അതുപോലെ തന്നെ നവ്യ ഏട്ടത്തിയും കൂടെ പറഞ്ഞ് ഇത് സെറ്റാക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യം പറയുകയാണ്, എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. കാരണം ഇവർ രണ്ടുപേരും അകന്നിരിക്കുന്നതിലും നല്ലത് അടുത്തടുത്തിരിക്കുന്നതാണ്. മാത്രമല്ല നിനക്കന്ന് കമ്പനിയുടെ അപ്പോയിൻമെൻറ്റും കിട്ടിയതല്ലേ, നീ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടല്ലേ നീ അത് മാറ്റി വെച്ചത്. നീ എന്തായാലും പോകും നയന എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, എനിക്ക് പോകാനായിട്ട് ഇൻട്രസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ അത് അമ്മ സമ്മതിക്കുമോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനി പറയുകയാണ്, ഏട്ടത്തി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, എന്തായാലും കാര്യകാരണങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ ഈ വല്യമ്മ സമ്മതിക്കാതെയൊന്നും ഇരിക്കില്ല. നിങ്ങളിങ്ങനെ അകന്ന് കഴിയുന്നത് ഒട്ടും മോശമല്ല, ഒട്ടും നല്ലതല്ല എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നവ്യം പറയുകയാണ്, അതെ നിങ്ങളൊരു ലവ് ജോഡിയാണല്ലോ, അപ്പോൾ അടുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നയന പറയുകയാണ്, എനിക്കറിയില്ല വീടോ ഇല്ലയെന്നൊന്നും അറിയില്ല, എനിക്കാണെങ്കിൽ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ പോകാനായിട്ടാ, അതിന് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടേ താല്പര്യമുള്ളൂ. എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, അമ്മയോട് സംസാരിച്ചൊന്ന് നോക്കിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. എനിക്ക് തോന്നുന്നത് ഇവർ 3 പേരും അനാമികയും അതുപോലെ തന്നെ ജാനകി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ വന്ന് അവരെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ് തോന്നുന്നത്. പോകെ പോകെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് കേട്ട ജാനകിയും അതുപോലെ തന്നെ അനാമികയും കൂടെ പറയുകയാണ്, അമ്മേ ഇത് കേട്ടില്ലേ, നയന വീട് മാത്രമല്ല പതിയെ ഓഫീസും കൂടെ കൈക്കലാക്കാനായിട്ടുള്ള തന്ത്രമാണ്. എന്തൊരു തന്ത്രം പിടിച്ചവളാണ് നയന എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജാനകി പറയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട മോളെ, ഈ കാര്യത്തെക്കുറിച്ച് ഏട്ടത്തിയോട് പറഞ്ഞ ഏട്ടത്തി എന്തായാലും സമ്മതിക്കില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഏട്ടത്തിയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നയനയെ ഓഫീസിൽ വിടാനായിട്ട് സമ്മതിക്കില്ല. നീ അത് ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ഞാനതിന് സമ്മതിക്കില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 രീതിയിലുള്ള ഭക്ഷണമാണ് ഇപ്പോൾ പാചകം ചെയ്യുന്നത്, 2 അടുക്കളയായല്ലോ. അപ്പോൾ അനാമികയും അതുപോലെ തന്നെ ജാനകിയും കൂടെ ഒരു രീതിയിലുള്ള പാചകം, അതുപോലെ തന്നെ നയന വേറെ രീതിയിലുള്ള പാചകം. അപ്പോൾ നയന എല്ലാവർക്കും കൊണ്ട് ഇന്ന് വിളമ്പാണ്. അപ്പോൾ എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജാനകി ഉണ്ടാക്കിയ ഭക്ഷണമായിട്ട് വന്നിട്ട് ജാനകിയുടെ മരുമകൾക്കും ഭർത്താവിനും 3 മാത്രം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ജാനകിയുടെ ഭർത്താവ് ചോദിക്കുകയാണ്, അയ്യോ ഇതെന്താണോ ഇത്, ഇവളെന്തുട്ടാ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കണത്, എടി ജാനകി ഇതെന്തുട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അതെ ഉപ്പുമാവാണ്, മിണ്ടാതിരുന്ന് കഴിക്കുക. നീ പറഞ്ഞത് നന്നായി, ഇതിപ്പോൾ കൈയിടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്, ഇത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. മോളെ നയനെ നീ ഉണ്ടാക്കിയ കിച്ചടിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇട്ട് തന്നേന്ന് പറയുകയാണ്. അങ്ങനെ നയനയാണെങ്കിൽ ചെന്നിട്ട് കിച്ചടിയും കറികളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ജാനകിയുടെ ഭർത്താവ് പറയുകയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ, ഇപ്പം എന്തായാലും കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഇതെങ്ങനെ കഴിക്കുന്നതാടോ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അനീനെ നോക്കുകയാണ്. അപ്പോൾ അനിയും ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ജാനകിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ജാനകി മിണ്ടാതിരുന്ന് കഴിക്കാൻ പറയുകയാണ്. ആ സമയത്ത് നയനയോട് അനി കണ്ണ് വെച്ച് കാണിക്കണേ, എടുത്ത് ഇപ്പം പറ എന്തായാലും വല്യമ്മയോട് ഇപ്പം തന്നെ പറയുന്നു പറഞ്ഞുകൊണ്ട് കണ്ണ് വെച്ച് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക കേട്ടോ. അപ്പോൾ നയന ചോദിക്കുകയാണ്, ഇപ്പോഴോ ഇപ്പം തന്നെ എല്ലാവരും കൂടി ഇരിപ്പുണ്ടല്ലോ പറയുകയാണ്. അങ്ങനെ നയനയും പതിയെ ദേവയാനിയുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
അപ്പം നയന അങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവയാനി വെക്കണേ എന്താ കാര്യം, എന്താ നിനക്ക് പറയാനുണ്ടോളെ പറയുമെന്ന് പറയുകയാണ്. അപ്പോൾ നയന പറയുകയാണ്, അത് പിന്നെ അമ്മേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ചോദിച്ചോട്ടെ എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, അതെനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുമെന്ന് പറയുകയാണ്. അത് പിന്നെ എനിക്കന്ന് കമ്പനിയുടെ ഡിസൈനറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത് തന്നല്ലോ, എന്നെ അപ്പോയിൻമെൻ്റ് ആക്കിയല്ലോ, പക്ഷേ ഞാനപ്പോൾ അത് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനതിൽ ജോയിൻ ചെയ്താൽ കൊള്ളാമെന്ന്, പക്ഷേ അമ്മയുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയണം. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ദേഷ്യത്തിൽ നമ്മുടെ നയനയെ നോക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ അനിയും പറയാണ്, ഏട്ടത്തി പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്, ഇതുപോലെ കുക്ക് ചെയ്ത് ജീവിതം മുഴുവൻ ഇങ്ങനെ അടുക്കളയിൽ തീർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഏട്ടത്തിക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട്, അപ്പോൾ ഏട്ടത്തി പറയുന്നത് കറക്റ്റാണ്, ഏട്ടത്തി ഇവിടെ നിന്ന് ഇരിക്കേണ്ട ആളല്ല, ഏട്ടത്തി കമ്പനി പോകേണ്ട ആൾ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അനാമികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അനാമിക ജാനകിയും കൂടെ ഇവനെ നമ്മുടെ അനീനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ജാനകി ചോദിക്കുകയാണ്, നിനക്ക് വായി വെച്ച് മിണ്ടാതിരുന്നൂടെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനി പറയാണ്, എന്തിനാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഞാൻ എഴുതിയ കവിത ഏട്ടത്തിയമ്മയാണ് കണ്ടിട്ട് അത് പോസ്റ്റ് ചെയ്തത്, അങ്ങനെയാണ് എനിക്ക് ഇത്ര വലിയ അവാർഡൊക്കെ കിട്ടിയത്, അങ്ങനെയാണ് എൻ്റെ കരിയറിൽ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയത്, അപ്പോൾ പിന്നെ ഏട്ടത്തിയമ്മേനെ സഹായിക്കേണ്ടത് എൻ്റെ കടമയല്ലേ, അതുകൊണ്ട് ഞാൻ പറയും ഏട്ടത്തിയമ്മ ഇവിടെ നിൽക്കുന്നതിലും നല്ലത് ജോലിക്ക് പോകുന്നത് തന്നെയാണ്. അപ്പോഴേക്കും ജാനകി പറയുകയാണ്, ജാനകിയല്ല ജലജ വന്നിട്ട് പറയുകയാണ്, ഓ അങ്ങനെ ഇവള് ജോലിക്ക് പോയാൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. ഇത് കേട്ടപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ്, അതെ ജലജ, നീ ഇങ്ങനെ പറയുന്നത് ഒട്ടും ശരിയല്ല, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നയന മോള് ഈ വീട്ടിലെ വേലക്കാരിയാണെന്നോ, അവളില്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ജോലി ചെയ്യണം, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ജാനകി ഇടപെടുകയാണ്. ജാനകി പറയുകയാണ്, ഏട്ടത്തി ഇതിനെക്കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ, പിന്നെ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്, ചോദിച്ചതിൽ ഇഷ്ടപ്പെടാത്തത് കൊണ്ടിട്ടാണ് ഏട്ടത്തി മിണ്ടാതിരിക്കുന്നത്, അപ്പോൾ പിന്നെ നീ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുകയാണ്, അതിന് ഇളയമേ ഞാൻ അമ്മയോട് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ, അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പോവുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ജാനകി പറയുകയാണ്, ഇനി നീ എന്നെ ഇളയമ എന്നൊന്നും വിളിക്കേണ്ട, ഇനി അങ്ങനെ സ്ഥാനമൊക്കെ തന്നുകൊണ്ട് നീ എന്നെ പൊട്ടത്തിയാക്കാമെന്ന് വിചാരിക്കുകയൊന്നും വേണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യ പറയാണ്, നയനെ ഇനി മുതൽ നീ ഇവരെ ഇളയമ എന്നൊന്നും വിളിക്കേണ്ട, നീ ഇവരുടെ പേര് വിളിച്ചാൽ മതി, ജാനകി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ജാനകി നവ്യയ്ക്ക് നേരെ അങ്ങ് ചാടുക കേട്ടോ. നവ്യോട് ചോദിക്കുകയാണ്, എടി നിനക്ക് എന്താടി അഹങ്കാരമാണോ ഇങ്ങനെയൊക്കെ വിളിക്കാനായിട്ട്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, അല്ല നിങ്ങളെ എളിയമ്മയെന്ന് വിളിക്കേണ്ടതെന്ന് ഇപ്പോൾ പറഞ്ഞു, അപ്പോൾ പിന്നെ പേരല്ലാതെ മറ്റെന്താ വിളിക്കാൻ പറ്റുക, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴേക്കും അനിയുടെ അച്ഛൻ പറയാണ് കേട്ടോ, എന്തായാലും ഇപ്പോൾ പോകെ നമ്മുടെ നവ്യമോള് നല്ല ലോജിക്കായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി വേഗം തന്നെ നിങ്ങൾക്കുള്ള ഞാൻ റൂമിൽ വരുമ്പോൾ തന്നേക്കാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നയനയോട് ജാനകി പറയാണ്, കേട്ടല്ലോ ഇവിടെ നീ ജോലിക്ക് പോകേണ്ട ഒരു കാര്യമില്ല, നിനക്കേ പറഞ്ഞിരിക്കുന്നത് അടുക്കളപ്പടിയും അടുക്കള വേലയൊക്കെ തന്നെയാണ്, അത് ചെയ്ത് അങ്ങനെ ഇരുന്ന് പോയാൽ മതി, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അടുക്കളയിലെ കാര്യങ്ങൾ മുഴുവൻ നിന്നോടല്ലേ ചെയ്യാനായിട്ട് എടുത്തി പറഞ്ഞത്, അപ്പോൾ കൂടുതലായിട്ട് നീ ചിന്തിക്കേണ്ട, നിൻ്റെ കുടുംബത്തിൻ്റെയും നിൻ്റെയൊക്കെ ഒരു കൾച്ചർ അനുസരിച്ച് നിനക്കൊന്നും ജോലിക്ക് പോകാനായിട്ടുള്ള യോഗമില്ല എന്ന് പറയാണ്. അങ്ങനെ ഇവിടെ കിടന്നുകൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ചേട്ടത്തിനെ ബുദ്ധിമുട്ടിക്കാണ്ട് നീ നിൻ്റെ കാര്യം നോക്കി പോടിയെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ ദേവയാനിക്ക് ദേഷ്യം വരികയാണ്. ദേവയാനി പറയാണ്, ജാനകി നീ നിർത്തോ, എൻ്റെ മരുമകളെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്, നീയല്ല. എൻ്റെ മരുമകൾ ജോലിക്ക് പോകണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, നീയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സത്യത്തിൽ അനിയും അതുപോലെ തന്നെ നമ്മുടെ നയനയും നവ്യയും കൂടെ ഇവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും അത് ഇവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ജാനകി ഇങ്ങനെ ഇടപെട്ടാൽ മാത്രമാണ് ദേവയാനി തിരിച്ച് പറയുള്ളൂ. അതായത് ജാനകി പോകണം എന്ന് പറഞ്ഞാൽ ദേവയാനി പോകണ്ടെന്ന് പറയും, ജാനകി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദേവയാനി പോവണ്ടെന്ന് പറയും. മനസ്സിലാവണ്ടോ? അത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് ഇവരെ കേൾപ്പിക്കാൻ വേണ്ടി ഇവർ സംസാരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ദേവയാനി പറഞ്ഞത് മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എന്തായാലും നയനി നീ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭം നിൻ്റെ ഡിസൈൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്, മാത്രമല്ല ഇൻ്റർനാഷണൽ ലെവലിൽ വരെ നിൻ്റെ ഡിസൈൻ അംഗീകരിക്കപ്പെട്ടതുമാണ്, അതുകൊണ്ട് തന്നെ നീ ധാരാളമായിട്ട് നാളെ തുടങ്ങി ജോലിക്ക് പോകാം, അതിന് നീ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നാളെ തുടങ്ങി നീ ജോലിക്ക് പോയിക്കോളാൻ പറയാണ് കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ അനിയാണെങ്കിൽ കയ്യടിക്കുകയാണ്, സൂപ്പർ ചേച്ചി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അനാമികയും അതുപോലെ തന്നെ ജാനകിയും രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ജാനകി പറയുകയാണ്, അല്ല ഇവളിങ്ങനെ ജോലിക്ക് പോയാൽ നാളത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, ഈ അടുക്കളപ്പണിയും വീട്ടുപണിയൊക്കെ ഇവളെ കൊണ്ടല്ലേ ചെയ്യിക്കാമെന്ന് ഏട്ടത്തി പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇനി ഇവൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കുമ്പോഴത്തേക്കും ദേവയാനി ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുക കേട്ടോ. എന്നിട്ട് ദേവയാനി പറയാണ്, ജാനകി നീ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുതെന്ന് ഞാൻ 100 തവണയായി പറയുന്നു, ഇവളെന്താ
വീട്ടുവേലക്കാരിയാണോ? ഇവളെൻ്റെ മകൻ്റെ ഭാര്യയാണ്, അല്ലാതെ ഇവിടെ വീട്ടുവേലയ്ക്ക് കൊണ്ടുവന്നേക്കണമെന്നൊന്നുമല്ല. അവളെവിടെ പോകണം പോകണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഇനി മേലാൽ തരം താഴ്ത്തുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നിൻ്റെ വായിൽ നിന്ന് വീഴാൻ പാടില്ല. എന്നിട്ട് അനിയുടെ അച്ഛനോട് പറയാണ്, എടാ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയോളാൻ പറയാണ്. അപ്പോഴേക്കും അനിയുടെ അച്ഛൻ പറയാണ്, എന്തിനാ ജാനകി വെറുതെ വായി വെച്ച് മിണ്ടാതിരുന്നൂടെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ, നീ കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നു പറയാണ്. അപ്പം ജാനകി പിന്നെയും ദേഷ്യത്തിൽ ഇയാളെ നോക്കാറ് കേട്ടോ. അപ്പം നയനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോഴേക്കും ജയം പറയുകയാണ്, എന്തിനാണ് ജാനകി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അവൾ ജോലിക്ക് പോകുന്നെങ്കിൽ ജോലിക്ക് പോയിക്കോട്ടെ, അത് പോകുന്നത് വളരെ നല്ല കാര്യമല്ലേ. മോളെ നയനെ നാളെ മുതൽ നീയും ഓഫീസിലേക്ക് വരാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ്, ഇനിയിപ്പോൾ വേലയ്ക്ക് ആളില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഒരാളെ വെക്കണം, അല്ലെങ്കിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടല്ലോ, മാറി മാറി ജോലി ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ. നയന മോളെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ തളച്ചിടാൻ പറ്റില്ല, അവൾക്ക് അത്രയധികം കഴിവുള്ളവളാണ്. അവൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ തന്നെ അവൾ ജോലി ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും അവൾ നാളെ തുടങ്ങി നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലിക്ക് പോട്ടെ എന്ന് പറയാൻ കേട്ടോ. എല്ലാവരും ഇത് പറഞ്ഞത് കേട്ടതും നമ്മുടെ ജാനകി ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ദേവയാനിയാണെങ്കിൽ ഒരു പുച്ഛഭാവത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. അപ്പം നയന റൂമിൽ ചെന്നിട്ട് നയന വരച്ച ഓരോ ഡിസൈനും എടുത്തിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഡിസൈൻ എടുക്കുമ്പോഴും നയനയെ ഓരോരുത്തരും പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നതും നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നതൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. നയന പറയാണ്, ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഒരു കഴിവും പുറത്തെടുത്തിട്ടില്ല, എല്ലാം ഞാൻ കെട്ടിപ്പൂട്ടി വെച്ചു. ഇനിയിപ്പോൾ അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഓരോ കഴിവും ഞാൻ പുറത്തെടുക്കാൻ പോവുകയാണ്. അതിനുള്ള സമയമായി. അനി പറഞ്ഞതുമാതിരി തന്നെ ഞാൻ പുറത്തേക്ക് വരേണ്ട സമയമായി, എനിക്കായിട്ട് ഞാൻ ജീവിക്കേണ്ട സമയമായി, അതിനുള്ള തുടക്കമാണ് ഈ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന മനസ്സിലിങ്ങനെ പ്രതിജ്ഞ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞു കുട്ടികളായി എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിൽ നമ്മളിങ്ങനെ തളം കെട്ടിയിരിക്കരുത്. നമ്മുടെ കഴിവ് എവിടെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പരിമിതമായിട്ടുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കണം കേട്ടോ. അത് നമുക്ക് നമ്മുടെ മേലെ തന്നെ ഒരു കോൺഫിഡൻസ് തരും. അങ്ങനെ അടുത്ത സീനിൽ ആദർശ് ഓഫീസിൽ എത്തുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് വരുന്ന സമയത്ത് ഓഫീസിലുള്ള എംപ്ലോയീസൊക്കെ ഓരോരോ ബൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ്, ഇന്നെന്താണാവോ പതിവില്ലാത്തതുപോലെ എനിക്ക് ബൊക്കെയൊക്കെ ആയിട്ട് ഇവർ നിൽക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, എന്താണെന്ന് കാര്യം, ആദ്യം ബൊക്കെ മേടിച്ചതിന് ശേഷം കാര്യം എന്താണെന്ന് ചോദിക്കാം, നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പതിയെ ബൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ പവിത്ര ചോദിക്കുകയാണ്, സാറെന്താണ് തമാശ കളിക്കുകയാണോ, ഇത് സാറിനുള്ളതല്ല മേഡത്തിനുള്ളതാണെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശം അറിയാണ്, ഏത് മേഡം, അമ്മ ഇനി എങ്ങാനും വരുന്നുണ്ടോ, അതിന് അമ്മ ഇന്ന് വരുമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പവിത്ര പറയാണ്, വലിയ മേഡത്തിനല്ല ചെറിയ മേഡത്തിനുള്ളതാണെന്ന് പറയണം. അപ്പോൾ ആദർശം പറയണം, ഇതാണ് ഈ ചെറിയ മേഡോ, സാർ എന്താണ് സാറേ കളിയാക്കുന്നത് പോലെ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ദേ മേഡം വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഓട്ടോയിൽ നമ്മുടെ നയന വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നയനയെ കണ്ടതും ആദർശ് ഇനി മുതൽ ഇവളും ഉണ്ടോ ഓഫീസിൽ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ആദർശ് കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും എംപ്ലോയീസൊക്കെ നയനയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ബൊക്കെയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നയന വളരെ സന്തോഷത്തോടുകൂടി അതൊക്കെ സ്വീകരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ആദർശിന് അസൂയ തോന്നുക കേട്ടോ. ആദർശ അകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ല എനിക്ക് ടിഫിനുമായിട്ട് വന്നതിന് എന്തിനാണ് ഇവരൊക്കെ ബൊക്കെ കൊടുക്കുന്നത്, ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജയൻ വരികയാണ്. അപ്പോൾ ജയനോട് ചോദിക്കുകയാണ്, അച്ഛാ എന്തിനാണ് ഇവർക്ക് ബൊക്കെയൊക്കെ കൊടുക്കുന്നത്, ഇവർ ടിഫിനായിട്ട് വന്നതല്ലേ, ടിഫിനായിട്ട് വരുന്നതിനും ബൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജയൻ പറയുകയാണ്, എടാ നീ ഇവളെ കണ്ടിട്ട് അങ്ങനെയാണോ, നിനക്ക് ടിഫിനുമായിട്ട് വന്നതുപോലെയാണോ തോന്നുന്നത്, നമ്മുടെ ഓഫീസിലെ ഹെഡ് ഡിസൈനറായിട്ട് നമ്മുടെ നയനയെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്, നിൻ്റെ അമ്മയാണ് ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് നയനയോ, അതെ നയനയെ, മന്ത്ലി 1,00,000 രൂപയാണ് നയനയുടെ സാലറി ഫിക്സ് ചെയ്തിരിക്കുന്നത്, 10 വർഷത്തേക്ക് ഒരു കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ആദർശൊക്കെയാണ്, 10 വർഷത്തേക്കോ, കുറഞ്ഞു പോയോ, എങ്കിൽ പിന്നെ നീ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ, അമ്മ ഇവളെ ഒറ്റ ദിവസം കൊണ്ട് ജോലിക്ക് വിട്ടിരിക്കുന്നു, അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഇവളെങ്ങാനും ശ്വേതേനെ കണ്ട കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുള്ളൂ അമ്മ ഇവളിവിടേക്ക് വിട്ടിരിക്കുന്നത്. എന്തായാലും ഇവൾ വന്നിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ജോലി ചെയ്യാനായിട്ട് വന്നതാണെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. വീട്ടിലാണെങ്കിൽ തന്നെ ഇവളെ എനിക്ക് സമാധാനം തന്നെയില്ല, ഇനി ജോലി സ്ഥലത്തും കൂടെ ഇതിങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഇവളുടെ കഴിവിനനുസരിച്ച് ഇവളിവിടെ നിന്ന് നിൽക്കേണ്ടവളല്ല, അത് ഞാനും സമ്മതിക്കുന്നു, പക്ഷേ ഇതെനിക്കുള്ള പണിയാണല്ലോ എന്നിങ്ങനെ ആദർശ മനസ്സിൽ പറയാൻ കേട്ടോ.
അങ്ങനെ ആദർശാണെങ്കിൽ ഇന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെ അടുത്തേക്ക് നയന വരികയാണ്. നയന വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ആദർശേട്ടാ, നിങ്ങൾ എന്തിനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? നിങ്ങൾ ഈ ഓഫീസിലെ MD അല്ലേ? എന്നിട്ട് നിങ്ങൾ അതുപോലെയാണോ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവിടെ ഒരു പുതിയ സ്റ്റാഫായിട്ട് എന്നെ നിയമിച്ചല്ലോ, അപ്പോൾ എന്നെ ഒന്ന് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഒന്ന് അഭിനന്ദിക്കേണ്ടതല്ലേ? സാർ അതൊന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണെന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നോക്ക്, ഞാനാണ് ഈ ഓഫീസിലെ ഹെഡ്, അപ്പോൾ ഞാൻ പറയുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, ഓ ഓ ഓ അതെനിക്ക് മനസ്സിലായി, എന്തായാലും അതെനിക്കറിയാലോ, എന്നെ എന്തായാലും അമ്മയാണ് പറഞ്ഞു വിട്ടത്. അമ്മ ചോദിച്ചായിരുന്നു ആദർശ് എന്ത് പറഞ്ഞു, ഓഫീസിൽ വർക്കൊക്കെ എങ്ങനെ നടക്കുന്നു, എന്തായാലും സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആദർശ് പറയാണ്, നീ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നയനയ്ക്ക് ചിരി വരികയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അനാമികയെയും അതുപോലെ തന്നെ ജലജയാണ്. ജലജയുടെ അടുത്തേക്ക് അനാമിക ചെല്ലുകയാണ്. എന്നിട്ട് അനാമിക ജലജയോട് പറയുകയാണ്, അപ്പച്ചി എന്തായാലും ഈ സമയത്ത് നയന വരേണ്ട സമയമാണ്, വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാക്കാം. ആ ഇഷ്യൂവിൽ പിന്നെ തുടങ്ങി നയനയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിലാക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, അതെന്താ നീ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയാണ്. അത് പിന്നെ ഇന്നുണ്ടാക്കിയ സാമ്പാർ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, പണിക്കാരുണ്ടാക്കുന്ന സാമ്പാറിനോട് ഒട്ടും വീട്ടിലുള്ളവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു വരുത്തണം. അപ്പോഴത്തേക്കും ജലജ പറയുകയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ കരുതുന്നത് അവളെ പിന്നെ തുടങ്ങി ജോലിക്ക് വിടൂല എന്നാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനാമിക പറയുകയാണ്, അങ്ങനെയല്ല, നമ്മളത് വരുത്തി വെക്കുകയും ചെയ്യണം. മാത്രമല്ല നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പ്രായമുള്ളവരാണല്ലോ, അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതുകൊണ്ട് നമ്മുടെ നയന ഇനി മുതൽ ജോലിക്ക് പോകണ്ട, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു വരുത്തണം. മാത്രമല്ല നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജലജ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ്, എന്തായാലും അതൊരു ഐഡിയയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോഴേക്കും അനാമികയും പറയാണ്, ഞാനും അപ്പച്ചിയുടെ കൂടെ നിന്നുകൊണ്ട് സൈഡ് പറയാം, അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും നിന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തായാലും അമ്മ ഇടപെടാതിരിക്കില്ല, അങ്ങനെ വലിയ വിഷയം ആവുക തന്നെ ചെയ്യും എന്ന് പറയാണ്. നമുക്ക് എന്തായാലും അവിടെ പോയി നിൽക്കാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ ഹാളിലേക്ക് വരികയാണ്. അങ്ങനെ നയന വന്ന് കയറുക കേട്ടോ. അപ്പോൾ ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ട്, ഇവരും ഇരിപ്പുണ്ട്. നയനയെ കണ്ടതും വേഗം തന്നെ ജലജയും അതുപോലെ തന്നെ അനാമിക എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയാണ്, നയനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇന്നത്തെ ഭക്ഷണം നീ വെക്കാത്തത് കൊണ്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും കഴിക്കാനേ പറ്റിയില്ല. ഞങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾക്ക് ടെൻഷൻ, ഇവിടെയുള്ള മൂത്തവരെ കുറിച്ചിട്ടാണ്. മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് പ്രായമൊക്കെ ആയത് നിനക്കറിയാം, അവർക്ക് എങ്ങനെയാണ് ടേസ്റ്റില്ലാത്ത ഭക്ഷണം കഴിക്കുക? ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാലാണ് അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ, അതിനെക്കുറിച്ച് നിനക്കറിയാം. അതുകൊണ്ട് നാളെ മുതൽ ഒരു കാര്യം ചെയ്യും, നീ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷം ജോലിക്ക് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും ദേവയാനിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തശ്ശി വേഗം തന്നെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, എന്തിനാ ജലജെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയുന്നത്? എന്തിനാ അവൾ അവിടെ പോയിട്ടും കഷ്ടപ്പെടണം, പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ടും കഷ്ടപ്പെടേണ്ട കാര്യം ഇരിക്കുന്നത്? എന്തായാലും മോള് നാളെ തുടങ്ങി ജോലിക്ക് പോയാൽ മതി, അടുക്കള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, അതിന് ഞാനെന്ത് തെറ്റാ പറഞ്ഞത്? ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ അങ്ങനെയല്ലേ, ജോലിക്ക് പോകുന്നവരൊക്കെ രാത്രി എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വയ്ക്കും, വേണമെങ്കിൽ ചോറ് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ബാക്കി എല്ലാ കാര്യങ്ങളും രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ സെറ്റാക്കി വയ്ക്കും, അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ജോലിക്കും പോകും, അതല്ലേ എല്ലാവരും ചെയ്യുന്നത്, അതുപോലെ ഇവർക്ക് ചെയ്താലെന്താന്ന് വയ്ക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇത്രയധികം പെണ്ണുങ്ങൾ ഈ വീട്ടിലുള്ള സമയത്ത് അവളെങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു? ശരിയാണ്, ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, അല്ലാതെ ഇത്രയധികം ആൾക്കാരുള്ളപ്പോൾ ഇവളെങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജാനകി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ജാനകി പറയാണ്, അത് പറഞ്ഞത് ശരി തന്നെയാണ്, ഇവളിങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല, ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടല്ലോ, ഇവളിലെ മഹാറാണി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ മുത്തശ്ശിനെ ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ എഴുന്നേറ്റ് പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ജാനകി നിനക്ക് എന്താ പ്രശ്നം? ഇതേ കണ്ടില്ലേ, അച്ഛൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊരു വഴക്കാണ്, രണ്ടുപേരല്ല എല്ലാവരും തമ്മിൽ എന്തൊരു വഴക്ക് ഇവിടെ നടക്കുന്നത്, പണ്ട് ഇതുപോലെയൊന്നും ആയിരുന്നില്ല എന്ന് പറയുകയാണ്. നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, അമ്മ കണ്ടതല്ലേ ഇന്ന് എന്തോരം ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്ന്, നാളെ മുതൽ ജോലിക്ക് പോയിട്ട് വെറുതെ വന്നിരുന്ന് തിന്നാന്നൊന്നും നയന വിചാരിക്കേണ്ട, നയനയും കൂടെ ഞങ്ങളോടൊപ്പം ചേർന്ന് പണിയെടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതൊരിക്കലും സാധ്യമല്ല, നിനക്കറിയാലോ എത്രത്തോളം പ്രഷർ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന്. അപ്പോഴത്തേക്കും ദേവയാനി പറയാണ്, നിനക്ക് എന്താ ജാനകി പ്രശ്നം? എൻ്റെ മരുമകൾ ജോലിയിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ അവൾ ബുദ്ധിമുട്ടുന്നുണ്ട്, അത് കഴിഞ്ഞ് വീട്ടിൽ ജോലി, അത് രണ്ടും കൂടെ അവൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അവൾ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അവനവന് കഴിക്കണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും
ദേവയാനി പറയാണ്, അല്ല നീയല്ലേ പറഞ്ഞത് നിൻ്റെ മരുമകൾ ഒരുപാട് നന്നായിട്ട് പാചകം ചെയ്യുന്നു, നിങ്ങൾക്ക് അടുക്കള ഇങ്ങ് വിട്ടു തരാനായിട്ടൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നിൻ്റെ മരുമകളെ കൊണ്ട് പാചകം ചെയ്യിക്കുക. നാളെ മുതൽ അനാമിക വേണം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനായിട്ട്. കൂട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും ജലജയും അതുപോലെ തന്നെ ജാനകിയും കൂടെ ചേർന്നേക്കണം. അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നിൻ്റെ മരുമകൾ നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണെന്നാണല്ലോ നീ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാമികയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനാമിക വിചാരിച്ചത് നയനക്കിട്ട് പണിയാന്നാണ്. പക്ഷേ അനാമിക തന്നെ തിരിച്ചു കിട്ടി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെയായി. അങ്ങനെ അനാമിക ആകെക്കൂടെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, നാളെ മുതൽ ശരി തന്നെയാണ്, ഇളയ മരുമകൾ അനാമികയാണല്ലോ, അപ്പോൾ അവൾ വേണം പാചകമൊക്കെ ചെയ്യാനായിട്ട്, നിങ്ങൾ കൂടെ സഹായിക്കുകയും വേണം എന്ന് പറയാണ്. അങ്ങനെ മൂന്നിനും നല്ല പണി കിട്ടുകയാണ്. എല്ലാവരോടൊന്ന് പോവാം കേട്ടോ. പോയതിന് ശേഷം നവ്യാണെങ്കിൽ വരികയാണ്. നവ്യ ഭയങ്കര സന്തോഷത്തിലാണ്. നവ്യ കൈയൊക്കെ അടിച്ചാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നവ്യ എല്ലാവരോടും പറയുകയാണ്, എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകിയും അതുപോലെ തന്നെ അനാമികയും ജലജയും മാത്രം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, എന്തായാലും ഇപ്പം ഈ വീട്ടിൽ നല്ല നല്ല കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കേൾക്കാനും കാണാനായിട്ടൊക്കെ ഭയങ്കര സന്തോഷം. എന്തായാലും നാളെ മുതൽ അനാമികയെ നീ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടു ചെയ്തോ, ഇവർ നിന്നെ സഹായിച്ചോളും. എത്ര മണിക്കാണ് നിങ്ങൾ പാചകം ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് വന്ന് നോക്കി നിൽക്കാം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, അവൾക്കിട്ട് കൊടുക്കാമെന്ന് വെച്ച പണി നിങ്ങൾക്ക് തന്നെ കിട്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവാട്ടോ. നവ്യ ഇത് പോയതിന് ശേഷം ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ജലജ നേരെ തന്നെ അനാമികയോട് പറയാണ്, എൻ്റെ പൊന്നനാമികയെ, ഞാൻ എൻ്റെ മര്യാദക്ക് എല്ലായിടത്തും ഇരിക്കായിരുന്നില്ലേ, നീയല്ലേ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പോൾ നീ പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ പണി കിട്ടിയില്ലേ, ഇനി എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യണമെന്ന്. സത്യം പറഞ്ഞ അനാമികയെ, എനിക്ക് നിൻ്റെ കൂടെ നിന്ന് പാചകം ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ മേക്കപ്പ്, എൻ്റെ സ്കിൻ അതെല്ലാം പോകും. അതുകൊണ്ടേ നീ തന്നെ അടുക്കളയിൽ കയറിയാൽ മതി, ഞാൻ കയറില്ല, എന്നെ വിട്ടേക്ക് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ അടുത്ത് നിന്ന് ജലജ മാറുകയാണ് കേട്ടോ. അപ്പോൾ ജാനകിയും ദേഷ്യം വരികയാണ്. അനാമികയെ നോക്കിയിട്ട് അങ്ങ് കയറി പോവുകയാണ്. അനാമിക ആകെ പെട്ട പോലെ ഇരിക്കുകയാണ്. അനാമികക്കാണെങ്കിൽ ചായ പോലും വെക്കാൻ അറിയില്ല. ആ അവസ്ഥയിലാണ് അനാമിക ഇരിക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജേനെയും അഭിനെയുമാണ് കേട്ടോ. അപ്പം ജലജ അഭിയോട് പറയണം, എടാ നിനക്ക് ബുദ്ധി എന്ന് പറയണത് വല്ലതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അഭി ചോദിക്കുകയാണ്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യുവടാ, നീ അറിഞ്ഞില്ലേ ആ നയന ഇപ്പോൾ ഓഫീസിൽ പോവുകയാണെന്ന്. ആദ്യം ആദർശ് വന്നിട്ട് അവൾക്കൊരു ഓഫർ ലെറ്റർ കൊടുത്തതാണ്, അത് അവൾ അന്ന് റിജക്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ പെട്ടെന്ന് ഓഫീസിൽ പോകണമെന്ന് അവൾ പറയുകയും അത് പെട്ടെന്ന് എടുത്തി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് തന്നെയാണ്. എന്തോ നവ്യയും നയനയും അതുപോലെ തന്നെ ആ ആനയും കൂടെ ചേർന്നിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അവൾ കാര്യങ്ങൾ നടക്കുന്നത്. നീ എന്തായാലും നാളെ മുതൽ ഓഫീസിൽ മുടങ്ങാതെ ചെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോടാ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അഭി പറയുകയാണ്, ശരി അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ജലജ പറയുകയാണ്, ഞാൻ പറയുന്ന എല്ലാ കാര്യവും തലതിരിച്ച് മാത്രമേ നീ ചെയ്തിട്ടുള്ളൂ, ഇതെങ്കിലും മര്യാദക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ നയനയാണ് കാണിക്കുന്നത്. അപ്പം നയനയാണെങ്കിൽ ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആപ്പുകളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാം ക്യാൻസലായി പോവുകയാണ് കേട്ടോ. അപ്പോൾ നയനക്കാകെ ടെൻഷൻ ആവാണ്. ടൈം ആണെങ്കിൽ പോവുകയും ചെയ്തു. 10:30 അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ജലജയും അതുപോലെ തന്നെ അനാമികയും ജാനകിയും കൂടെ അവിടെ വരികയാണ്. അപ്പോഴത്തേക്കും ജാനകി എന്നോട് ജലജ പറയുകയാണ്, എടുത്തി ചില ആൾക്കാർ ഇവിടെ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രഹസനവും അഭിനയമൊക്കെ ആയിരുന്നു. അഭിനയം അവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു കലയാണല്ലോ. അപ്പോൾ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ 10:30 നല്ല രീതിയിൽ ഭക്ഷണവും കഴിച്ച് 10:00 വരെ ഇവിടെ നിന്നിട്ട് ഓട്ടോ ബുക്ക് ചെയ്യുന്നില്ല, അത് ബുക്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോവുകയും വേണ്ട, ഭക്ഷണവും കഴിക്കുക, ഫ്രീ ആയിട്ട് എല്ലാ കാര്യവും നടക്കുകയും ചെയ്യും, വീട്ടിലെ പണിയും എടുക്കണ്ട, പല അടവുകളാണേ പലവർക്കും എന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കുത്തി സംസാരിക്കുകയാണ് മൂന്നും കൂടെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ വരികയാണ്. നവ്യ വന്നിട്ട് നയനയോട് ചോദിക്കുകയാണ്, അല്ല നയനെ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, 10:30 ആയല്ലോ, പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുകയാണ്, ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് ഓട്ടോ ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ പല ആപ്പുകളിലും ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടും റിജക്റ്റ് ആവുകയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുകയാണ്, അതിനാണ് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, ഇത് നോർമലാണ്, പീക്ക് ടൈം അല്ലേ ഇത്, അതുകൊണ്ടായിരിക്കുള്ളൂ റിജക്ഷൻ സംഭവിക്കുന്നത്. അപ്പോഴേക്കും ജലജ പറയാണ്, ഇത് നോർമലാ. അതെ, വണ്ടി കിട്ടിയില്ലെങ്കിൽ എന്താ, നടന്നു പോകണം, ചില ആൾക്കാരുടെയൊക്കെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് നടന്നും വേണമെങ്കിൽ പോവാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂന്നും കൂടെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വരികയാണ്. ദേവയാനി നോക്കുമ്പോൾ നമ്മുടെ നയന പോയിട്ടില്ല. അപ്പോൾ നയനയോട് ദേവയാനി ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഇത്രയും നേരമായിട്ടും ജോലിക്ക് പോകാതെ നിൽക്കുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, വണ്ടി ബുക്ക് ചെയ്യാത്തത് കൊണ്ടിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നത്, അത് നീ എന്നോട് നേരത്തെ പറയേണ്ടതല്ലേ, മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ, അവരുടെ മുമ്പിലേക്ക് നീ നാണം കെട്ട് നിൽക്കരുത് മോളെ,
നീ എന്നോട് നേരത്തെ തന്നെ അത് പറയണമായിരുന്നു. ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ കാറിൻ്റെ കീയുമായിട്ട് ദേവയാനി വരികയാണ്. ഇതെൻ്റെ കാറിൻ്റെ കീയാണ്, ഇത് ഇനി മുതൽ നീ ഇതെടുത്തോ, വണ്ടി കിട്ടിയില്ലെങ്കിൽ നീ കാറിന് തന്നെ പോയിക്കോ, ഡ്രൈവറും പുറത്തുണ്ട്, നീ പൊയ്ക്കോളാൻ പറയുകയാണ്. അപ്പോഴേക്കും നയന മേടിക്കണോ വേണ്ടിയെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തച്ഛനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ മറ്റ് ആ 3 പേർക്കുണ്ടല്ലോ, അതായത് അനാമിക, ജലജ, അതുപോലെ തന്നെ ജാനകി, ഇവരുടെ മുഖമൊക്കെ ആകെ മാറുകയാണ്. അങ്ങനെ നയനയോട് ദേവയാനി പറയാണ്, നീ ധൈര്യമായിട്ട് മേടിച്ച മോളെ, എന്നിട്ട് നീ ഓഫീസിൽ പോകുന്നതാണ് ഇപ്പോൾ മുഖ്യ കാര്യം, നീ പോവാമെന്ന് പറയാണ്. അങ്ങനെ നയനയും സന്തോഷത്തോടുകൂടി ഇത് മേടിച്ചിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ നയനയോട് പറയണം, ഓൾ ദി ബെസ്റ്റ്, നീ പോയിട്ട് പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശീർവദിച്ച് വിടുകയാണ്. അപ്പം ജാനകിയോട് പറയാണ്, കണ്ടില്ലേ ഓഫീസിൽ പോകുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ തന്നെ ഏട്ടത്തി കാറിൻ്റെ ചാവി വരെ അവൾക്ക് കൊടുത്തു. നീ ഇതൊക്കെ കണ്ടുപഠിക്കും ജാനകി, എങ്ങനെ വേണം സ്വന്തം മരുമകളെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അവർ കാണിക്കുന്നത് കണ്ട് തന്നെ നീ മനസ്സിലാക്കാൻ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട നവ്യ നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നവ്യ പറയാണ്, അതെ, ചില ആൾക്കാർ വിചാരിക്കും എല്ലാം നശിച്ചു പോകും, അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ചിലരെയൊക്കെ ആക്കിയെടുക്കാമെന്ന്. പക്ഷേ ഉണ്ടല്ലോ, നല്ല മനസ്സുള്ളവർക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അതുപോലെ ഒരു നല്ല മനസ്സുള്ള ഒരാളാണ് എൻ്റെ അനിയത്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് അനാമികയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങളെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങ് കുറച്ചൊന്ന് പുകച്ചിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. 3ൻ്റെ മുഖം ആകെ മാറുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ നയന ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പവിത്ര പറയുകയാണ്, മാഡം എന്ത് രസമായിട്ടുണ്ട്, മാഡം ശരിക്കും പറഞ്ഞാൽ ഒരു ജീനിയസ് തന്നെയാണ് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന പറയാണ്, എൻ്റെ പൊന്ന് പവിത്രേ, വന്നല്ലേ ഉള്ളൂ, ഇപ്പോഴേ അങ്ങനെ തുടങ്ങല്ലേ, അങ്ങനെ പൊക്കല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അനി വരുന്നുണ്ട്. അപ്പോൾ അനി പറയാണ്, ഏട്ടത്തി എന്തായാലും ഇവിടെ വന്നതുണ്ടല്ലോ, വളരെ നന്നായി, എന്തായാലും നവ്യേട്ടത്തി പറഞ്ഞ ഐഡിയ അടിപൊളിയാണ്, എനിക്കായിട്ട് തോന്നിയില്ലല്ലോ ഏട്ടത്തി എന്നുള്ളൊരു വിഷമം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന അനിയനോട് പറയാണ്, ഒന്ന് പോയടാ അനി, നീ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ പറയല്ലേ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഏട്ടത്തിയോട് പറയുകയാണ്, അല്ല ഏട്ടത്തി സത്യമാണ്, എല്ലാ ദിവസവും ഏട്ടത്തി കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മസാലയൊക്കെ മുഖത്താവും, ഏട്ടത്തി ആകെ വേർത്ത് കുളിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം വരാറുണ്ട്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഏട്ടത്തിക്ക് ഒരു ഫ്രീഡം കിട്ടിയിരിക്കുന്നത്, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് വേഗം തന്നെ ഒരു കോള് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അതേ ഞാനിപ്പോൾ തന്നെ വരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ടെൻഷനോട് കൂടിയാണ് ആദർശ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് പവിത്രയോട് പറയണം, പവിത്ര ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തേക്ക്, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പുറത്ത് പോകേണ്ട കാര്യമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പവിത്ര പറയുകയാണ്, അല്ല എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാർ, അതൊക്കെ ഉണ്ട്, താൻ അതൊന്നും അറിയാനും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യത്തിൽ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ പെട്ടെന്ന് ആദർശ് പോയതും വേഗം തന്നെ നയനോട് പറയുകയാണ്, എടത്തി വേഗം വന്ന് നമുക്ക് ആദർശേട്ടൻ്റെ പിന്നാലെ പോകാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, എവിടേക്ക് പോകാമെന്ന്. അതൊക്കെയുണ്ട് എടത്തി വേഗം വന്ന് പറഞ്ഞാൽ നയനയുടെ കൈയും പിടിച്ച് വലിച്ച് ആദർശിൻ്റെ പിന്നാലെ അനി കൊണ്ടുപോവുക കേട്ടോ നയനേനെ. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അനി ഈ തമാശ കളിക്കുകയാണോ, തമാശയൊന്നും ഓഫീസിൽ വെച്ച് വേണ്ട കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനി പറയാണ്, ഏട്ടത്തി തമാശ കളിക്കാനായിട്ടല്ല, ഏട്ടത്തിയുടെ ജീവിതത്തിൽ മറ്റാരും കളിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഏട്ടത്തി ഒന്ന് വന്നേ, ഏട്ടൻ്റെ പിന്നാലെ പോകണം. ഞാൻ എന്തായാലും നവ്യേട്ടത്തിയോട് ചോദിച്ചപ്പോൾ നവ്യേട്ടത്തിയും പറഞ്ഞു എന്തായാലും ഏട്ടൻ്റെ പിന്നാലെ ഏട്ടത്തിനെയും കൊണ്ട് പോകാൻ. അപ്പോഴേക്കും നയന പറയാണ്, അനി എനിക്കതിന് നിൻ്റെ ഏട്ടന് സംശയമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനി പറയാണ്, ഏട്ടത്തി ഇങ്ങനെ സംശയപ്പെടണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയണമല്ലോ, പിന്നീട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും നയനേട്ടത്തി പറയുന്നത് തന്നെയാണ് ശരി, വേഗം വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അനി നമ്മുടെ നയനയെ നിർബന്ധിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റി ആദർശിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നയന ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു പ്രശ്നവും ഉണ്ടാവരുതേ, ഒരു മോശപ്പെട്ട കാര്യം എനിക്ക് കാണാൻ ഇടവരുത്തരുതേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അനിയനോട് നയന പറയാണ്, അനി നമ്മൾ പോകുന്നത് എങ്ങാനും നിൻ്റെ ഏട്ടൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ തെറ്റായിട്ട് തെറ്റിദ്ധരിക്കില്ലേ, ഏട്ടനെ സംശയിച്ചുകൊണ്ട് നമ്മൾ വരുന്നതാണെന്ന് ചിന്തിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനി പറയാണ്, എൻ്റെ പൊന്നേട്ടത്തി ഒന്നും മിണ്ടാതിരിക്കുക, ഏട്ടത്തിക്ക് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും ചെന്ന് നോക്കണം, ഇത്രയധികം അർജൻറ്റായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഏട്ടൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, എന്തായാലും നമ്മൾ അറിയാനായിട്ട് പോവാണ് ഏട്ടത്തി എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശിൻ്റെ പിന്നാലെ പോയി ആദർശ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തുകയാണ്. അത് ശ്വേതയുടെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അങ്ങ് വീടിൻ്റെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ അനി വേഗം തന്നെ നയനയോട് പറയുകയാണ്, എടുത്ത് ഇറങ്ങി നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അനിയനോട് നയന പറയുകയാണ്, അനി എനിക്ക് നിൻ്റെ ഏട്ടന് ഒട്ടും സംശയമില്ല, ഇനി എങ്ങാനും നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട അനി, എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അനി പറയുകയാണ്, എൻ്റെ ഏട്ടത്തി ഇത്രയധികം വിഷമിച്ച് ഏട്ടൻ അങ്ങ് കയറി പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് അറിയണം, നമ്മളെല്ലാവരും മണ്ടന്മാരൊന്നും അല്ലല്ലോ, എടുത്തിങ്ങ് വാ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അനിയുടെ മുന്നിൽ അനി പറയുന്നത് കേട്ടിട്ട് നയന
പിന്നാലെ പോവാണ്. എൻ്റെ നയന് പിന്നെയും പ്രാർത്ഥിക്കണം, ദൈവമേ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗമാണ്. അപ്പോൾ അതിൽ കാണിക്കുന്നത് നമ്മുടെ അനിയും അതുപോലെ തന്നെ നയനയും കൂടെ ജനലിൽ കൂടെ കാണുകയാണ് ആദർശ് നമ്മുടെ ശ്വേതേനെ സമാധാനിപ്പിക്കുന്നത്. ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോവില്ല എന്നിങ്ങനെ ആദർശ് വാക്ക് കൊടുക്കുകയാണ് ശ്വേതയ്ക്ക്. അപ്പോൾ ഇത് കേട്ടിട്ട് ഞെട്ടാണ് അനിയും അതുപോലെ തന്നെ നയനയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം എന്ത് തന്നെയാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങളും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. കുറച്ച് സമയത്തിനുള്ളിൽ മിക്കവാറും ചെമ്മനീർ പൂവിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ കാണുക. അതുവരെ ടാറ്റാ.